ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ പ്രമുഖമായ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കായിരുന്നു. ഹർത്താലിന്റെ സ്വഭാവം കൈക്കൊണ്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പൊതു പണിമുടക്ക്. രാജ്യാന്തരമായി നടന്ന പൊതുപണിമുടക്കിൽ 15 കോടി തൊഴിലാളികൾ പങ്കെടുത്തു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട വളരെ പ്രധാനപ്പെട്ട തൊഴിലാളി പണിമുടക്കങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പണിമുടക്കമാണ് ഇത് എന്ന് പറയേണ്ടി വരും. 15 കോടി അംഗബലം പണിമുടക്കിൽ പങ്കെടുത്തു എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം BJPയുടെ ആഭിമുഖ്യത്തിലുള്ള BMS ആണ് എന്ന് നമുക്കറിയാം. BMS അവസാന ഘട്ടം വരെ ഈ പണിമുടക്കിനെ ഒപ്പം നിൽക്കുകയും പണിമുടക്കാഹ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. പക്ഷേ സമയമായപ്പോൾ അവർ കാലുമാറി എന്നാണ് ഇതര വിഭാഗങ്ങൾ ആക്ഷേപിക്കുന്നത്. മോദിയുമായി നേരിട്ട് മന്ത്രിസഭയുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 6 മാസം സമയം BMS സർക്കാരിന് അനുവദിക്കുകയുണ്ടായി. 6 മാസം സമയം അനുവദിച്ചുകൊണ്ട് പണിമുടക്കിൽ നിന്ന് BMS പിൻവാങ്ങിയിട്ടും 15 കോടി ഇന്ത്യൻ തൊഴിലാളി വിഭാഗങ്ങൾ പണിയെടുക്കുന്നവർ പങ്കെടുത്ത ഏറ്റവും വലിയൊരു പണിമുടക്കായി അത് മാറുമ്പോൾ ഒരുപക്ഷെ 1.5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ കയറിയ വലിയ പ്രതീക്ഷയോടെയും കൊട്ടിഘോഷങ്ങളോടെയും അധികാരത്തിൽ കയറിയ മോദി സർക്കാരിനുള്ള ഏറ്റവും വലിയ ജനകീയ താക്കീതായി ആ പണിമുടക്ക് 15 കോടി തൊഴിലാളികൾ സംഘടിപ്പിച്ച പണിമുടക്ക് മാറിത്തീർന്നിരിക്കുന്നു. വ്യത്യസ്ത പത്രങ്ങൾ അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായി ഈ പണിമുടക്കിനെ വ്യാഖ്യാനിക്കുന്നു. വാർത്തകളല്ല നമുക്ക് കാണാം. ദേശാഭിമാനി പണിമുടക്കിനെ സർവാത്മന പിന്തുണയ്ക്കുന്ന പത്രം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനി അത് ലീഡാക്കുന്നത് അത്ഭുതത്തിന് അവകാശമില്ല. പണിമുടക്ക് പൂർണ്ണം ശക്തം എന്ന ശീർഷകത്തിൽ പണിമുടക്ക് വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ദേശാഭിമാനി വാർത്ത ആരംഭിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകവും കൗതുകകരം തന്നെയാണ്. കാണുക, മോദിക്ക് താക്കീത് എന്ന ശീർഷകത്തിലാണ് പണിമുടക്കത്തെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ഇന്നെത്തിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ M പ്രശാന്ത് ദില്ലിയിൽ നിന്നെത്തിക്കുന്നു. അതിങ്ങനെ: കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പൂർണ്ണം. റോഡ് ഗതാഗതം, പ്രതിരോധ നിർമ്മാണം, ബാങ്ക്, ഇൻഷുറൻസ്, തുറമുഖം, തപാൽ, ടെലികോം, കൽക്കരി, ഉരുക്ക്, എണ്ണ, പ്രകൃതിവാതകം, ഊർജം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുടങ്ങി വിവിധ മേഖലകൾ ഹർത്താലിലൂടെ സ്തംഭിച്ചു, പണിമുടക്കത്തിലൂടെ സ്തംഭിച്ചു. RSS സമ്മർദ്ദത്തെ തുടർന്ന് BMS പിൻവാങ്ങിയെങ്കിലും പണിമുടക്കിനെ അത് ബാധിച്ചില്ല. 15 കോടിയിലേറെ പേർ അണിനിരന്ന സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്കാണ് എന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. പണിമുടക്കിയത് 15 കോടിയിലേറെ തൊഴിലാളികളും ജീവനക്കാരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത ജനകീയ പിന്തുണ. ട്രേഡ് യൂണിയനുകളുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യം. ഏതായാലും 6 മാസത്തെ സമയം BMS നൽകിയിരിക്കുന്നത് കൊണ്ട് BMSുമായുള്ള ചർച്ചയെങ്കിലും 6 മാസത്തിന് ശേഷം ആരംഭിക്കാൻ നിർബന്ധിതമാണ് മോഡി സർക്കാർ. എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 1.5 വർഷത്തെ ഭരണം ഒരു മോഡലായി മാതൃകയായി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മോഡി സർക്കാർ പ്രതിവർഷം 5 ലക്ഷം കോടി രൂപയുടെ സൗജന്യം കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകപക്ഷീയമായി തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി തൊഴിലാളികളെ കൊള്ളയടിക്കുകയായിരുന്നു എന്നതാണ്. അതുകൊണ്ടും തീർന്നില്ല. പെൻഷൻ ഫണ്ടും ഇൻഷുറൻസ് ഫണ്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടും ഇവയെല്ലാം ഓഹരി കമ്പോളത്തിലേക്ക് അയച്ച് ചൂതാട്ടം നടത്തുന്ന കാര്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു മോഡി സർക്കാർ. ആ അർത്ഥത്തിൽ വളരെ പ്രകടമായി കോർപ്പറേറ്റ് പ്രീണനവും വളരെ പ്രകടമായി തൊഴിലാളി ദ്രോഹവും നടപ്പാക്കുന്ന സർക്കാരായിരുന്നു. അവർക്കെതിരെ ആദ്യത്തെ ഏകോപിതമായ പ്രഹരം തൊഴിലാളികൾ തന്നെ നൽകിയിരിക്കുന്നു. അതാണ് ഇന്നലത്തെ പണിമുടക്ക്. ദേശാഭിമാനി ആ വാർത്തയെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ
മലയാള മനോരമയ്ക്ക് പണിമുടക്കങ്ങൾ സഹ്യമായ ഒരു പത്രമല്ല. അവർ പുലർത്തുന്ന വീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ പണിമുടക്ക്, ഹർത്താൽ, ബന്ദ് തുടങ്ങിയവയൊക്കെ തൊടാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ മൂലധന താല്പര്യങ്ങളാണ്, അല്ലാതെ തൊഴിലാളി താല്പര്യങ്ങളല്ല മലയാള മനോരമയ്ക്ക് പറ്റിയ വിഷയം. അതുകൊണ്ട് തന്നെ മനോരമ വാർത്ത ലീഡാക്കിയുമ്പോൾ ദേശാഭിമാനിയെ മാതിരി ലീഡാക്കുന്നു. പക്ഷേ അതിന് ഒരു ആംഗിൾ ഡിഫറൻസ്, വീക്ഷണകോണ ഭിന്നത കാണുക. പണിമുടക്കിൽ നഷ്ടം എത്ര സംഭവിച്ചു എന്ന് നോക്കാനാണ് മനോരമയ്ക്ക് താല്പര്യം. 25,000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പണിമുടക്ക്. ഒരൊറ്റ പണിമുടക്ക് 24 മണിക്കൂർ സമയം നീണ്ടുനിന്ന പണിമുടക്കിലൂടെ സംജാതമായത് എന്ന് മനോരമ പറയുമ്പോൾ, പണിമുടക്ക് അപൂർണമാണ്, പൂർണ്ണമായും ഏറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പണിമുടക്ക് ഏറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 25,000 കോടി രൂപയുടെ വരാമായിരുന്ന പണത്തിന്റെ നഷ്ടം സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടി വരും. ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മനോരമയ്ക്ക് പോലും തരേണ്ടി വരുന്നത് കാണുക. ബാങ്കിംഗ് മേഖലയാണ് പണിമുടക്ക് ഏറ്റവും അധികം ബാധിച്ചത്. 23 പൊതുമേഖലാ ബാങ്കുകൾ, 12 സ്വകാര്യ ബാങ്കുകൾ, 52 പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, 13,000 സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ പണിമുടക്കി. കൽക്കരി ഖനികളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. ചിലയിടങ്ങളിൽ ട്രെയിനുകൾ വൈകുകയും ചെയ്തു. റെയിൽവേ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല, എന്നിട്ട് ട്രെയിനുകൾ ഈ നിലയ്ക്ക് വൈകുകയും ചെയ്തു എന്ന് പറയുന്നത് വഴി ബാങ്കിംഗ് മേഖല ഏകദേശം പൂർണ്ണമായും തന്നെ പണിമുടക്കിന് വിധേയമായിരിക്കുന്നത് കൊണ്ട് അത് ഒരു അഖിലേന്ത്യാ നിലവാരത്തിലെ പ്രതികരണം സൃഷ്ടിക്കുന്ന പണിമുടക്കായി മാറും എന്ന് തീർച്ച. പക്ഷേ പണിമുടക്ക് എങ്ങനെ, എവിടെയൊക്കെയാണ് നടന്നത് എന്ന് മനോരമ പറയുമ്പോൾ ഈ യാഥാർത്ഥ്യം പ്രതിഫലിപ്പിക്കാൻ മനോരമയ്ക്ക് കഴിയുന്നില്ല. നോക്കുക, പണിമുടക്ക് സാരമായി ബാധിച്ചത് കേരളം, ത്രിപുര എന്നിവിടങ്ങളിൽ. ബംഗാൾ ഉൾപ്പെടെ 11 അത് ഭാഗികമായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളെ ബാധിച്ചതേയില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് 25,000 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കാനാകുന്നത്. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ പോലും സത്യം പറയേണ്ട അവസ്ഥ മനോരമയ്ക്ക് പോലും സംജാതമായിരിക്കുന്നു. മനോരമ പണിമുടക്ക് തകർന്നു പോയിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല എങ്കിൽ പോലും അനാവശ്യമായിരുന്നു പണിമുടക്ക്. കാരണം 25,000 കോടി രൂപയുടെ നഷ്ടമാണ് അതുണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ ജന്മഭൂമിക്ക് ആ ആശ്വാസം കൊണ്ട് തൃപ്തിപ്പെടാനാകില്ല. ജന്മഭൂമിയും ഈ വാർത്ത ലീഡാക്കുകയാണ്. ജന്മഭൂമി ആഗ്രഹിക്കുന്ന ബഹുജന സംഘടനയായ BMS സമരത്തിൽ നിന്ന് പിൻവാങ്ങിയ സ്ഥിതിക്ക് പണിമുടക്ക് പൊളിഞ്ഞു എന്ന് വിലയിരുത്താതെ മറ്റൊരു മാർഗവും ജന്മഭൂമിക്കില്ല. ജന്മഭൂമിയുടെ ലീഡ് വാർത്ത കാണുക, പണിമുടക്ക് പൊളിഞ്ഞു. കേരളത്തിൽ ഭാഗികം അക്രമം, ജീവനക്കാരെ പൂട്ടിയിട്ടു, അധ്യാപകനെയും ജീവനക്കാരനെയും മർദ്ദിച്ചു, പോസ്റ്റ് ഓഫീസ് ആക്രമിച്ചു. ബംഗാളിൽ വ്യാപക അക്രമം. പണിമുടക്ക് പൊളിഞ്ഞു എങ്കിലും 25,000 കോടി രൂപയുടെ നഷ്ടം പൊളിഞ്ഞ പണിമുടക്ക് വഴി സംജാതമായി എന്ന നിലയ്ക്കുള്ള നിലപാടും മനോരമയെപ്പോലെ തന്നെ എടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ജന്മഭൂമി. അങ്ങനെ മനോരമ സമരം പൊളിഞ്ഞു, പണിമുടക്ക് പൊളിഞ്ഞു എന്ന് പറയുന്നില്ലെങ്കിലും 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്ന് ലീഡ് പറയുമ്പോൾ, ലീഡ് വാർത്തയ്ക്കുള്ളിൽ 25,000 കോടി രൂപയുടെ നഷ്ടം ഈ പൊളിഞ്ഞ പണിമുടക്ക് വരുത്തിവെച്ചു എന്ന് പറയാൻ ജന്മഭൂമി നിർബന്ധിതമാകുമ്പോൾ ജന്മഭൂമിയുടെയും മനോരമയുടെയും ഈ വീക്ഷണത്തിലുള്ള, ഈ വർഗപരമായ വീക്ഷണത്തിലുള്ള സാമ്യം കൃത്യമായും വെളിവാക്കപ്പെടുന്നു എന്നതാണ് അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഒന്നാം പുറത്ത് പണിമുടക്കുമായി ബന്ധിപ്പിച്ച ഒരു വാർത്ത തരുന്നുണ്ട്. ആ വാർത്തയിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ നിലപാട് എന്താണ് എന്തല്ല എന്ന് പറയുകയല്ല, മറിച്ച് കൗതുകകരമായ ഒരു വിഷയം അവർ ആ വാർത്തയുടെ അവതരണത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. കാണുക, ബംഗാൾ മൈഗ്രൻസ് വോ നോട്ട് ടു സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട്. സാധാരണഗതിയിൽ ബംഗാളിലെ തൊഴിലാളികൾ പണിമുടക്കങ്ങളിലും ഹർത്താലുകളിലും ബന്ദുകളിലും ആ അർത്ഥത്തിലുള്ള പ്രക്ഷോഭപ്രധാനമായ സമരമുറകളിലുമൊക്കെ പങ്കെടുക്കുന്നവരാണ് എന്ന ധാരണ നമുക്കുണ്ടെങ്കിൽ, ബംഗാളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള തൊഴിലാളികളായ ബംഗാളികൾ
എന്നാൽ അത്തരം സമരങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരല്ല എന്നാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ അനുഭവം വെച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദിനേശ് കല്ലിങ്കലാണ് ആ റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് എത്തിക്കുന്നത്. ബംഗാൾ മൈഗ്രൻസ് വോ നോട്ട് ടു സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട്. ബംഗാളിലാണെങ്കിൽ സമരം ചെയ്യുമായിരുന്ന ബംഗാളി തൊഴിലാളികൾ കേരളത്തിൽ വന്നപ്പോൾ പെരുമ്പാവൂർ ഭാഗത്തുള്ള വെങ്ങോല പഞ്ചായത്തിലെ തൊഴിലാളികളായിരിക്കുന്ന പ്ലൈവുഡ് മാനുഫാക്ചറിംഗ് രംഗത്ത് തൊഴിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബംഗാളികൾ ദൂരങ്ങൾ സഞ്ചരിച്ച് പണിമുടക്കുന്നതിന്റെ ദിവസം തന്നെ കൃത്യമായും ജോലിക്ക് ഹാജരായിക്കൊണ്ട് ബംഗാളിലെ തൊഴിലാളികളല്ല, മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ചേക്കേറിയ തൊഴിലാളികളുടെ ഗതികേട് പ്രകാശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ഈ പൊതുപണിമുടക്കിനിടയിൽ നടന്ന കൗതുകകരമായ ഒരു പൊതുപണിമുടക്കിന്റെ മുഖം കാണിക്കുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പല പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കറിയാം. അതിശക്തമായ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അതിനു പുറമെ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങൾ സർക്കാർ തന്നെ ശമ്പളം നൽകുന്ന അധ്യാപകരുടെ സ്ഥാപനങ്ങളാണ്. പക്ഷേ മാനേജ്മെന്റ് സമുദായ സംഘടനകളായിരിക്കും. അതിന് തൊട്ടുപിറകെ സർക്കാർ സ്ഥാപനങ്ങൾക്കും എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും തൊട്ടുപിറകെ സ്വാശ്രയ സ്ഥാപനങ്ങൾ, സ്വാശ്രയ കോളേജുകൾ ഉണ്ട്. അത് AK ആന്റണിയുടെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടതും ഇപ്പോൾ ഏകദേശം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതുമായ മര്യാദയ്ക്ക് നടന്നുപോയ സ്ഥാപനങ്ങളാണ്. മറ്റൊന്ന് സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകൾ, അതും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ 4 മേഖലകളിൽ, സർക്കാർ മേഖലയിൽ, എയ്ഡഡ് മേഖലയിൽ, സ്വാശ്രയ മേഖലയിൽ, സെൽഫ് ഫൈനാൻസിംഗ് മേഖലയിൽ ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്ന് സമ്പന്നമായിരിക്കുന്ന വിദ്യാഭ്യാസ മണ്ഡലം കേരളത്തിനുണ്ട്. അത് എത്രത്തോളം ആരോഗ്യകരമാം വണ്ണം സമ്പന്നമാണ് എന്നൊന്നും ചോദിക്കരുത്. ഉൾക്കാമ്പിൽ ഒരുപക്ഷെ മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരിക്കില്ല നമ്മുടേത്. മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പട്ടികയിൽ എവിടെയും കേരളമോ കോഴിക്കോടോ കൊച്ചിയോ ഒന്നും വരില്ല, ഇടം പിടിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ സർവകലാശാല വേണം എന്നാണ് വിദ്യാഭ്യാസ കൗൺസിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ് കൗൺസിൽ നിർദ്ദേശം വെച്ചത്. സ്വകാര്യ സർവകലാശാല തീരുമാനം ആശങ്ക പരിഹരിച്ച ശേഷം ഇനി സ്വകാര്യ സർവകലാശാല തന്നെ വരുന്നു. 207 സ്വകാര്യ സർവകലാശാലകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഒരൊറ്റ സ്ഥാപനം പോലും ഇല്ലാതിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം മുന്നേറിയിട്ടുള്ള ഈ സംസ്ഥാനത്ത് ഒരൊറ്റ സ്വകാര്യ സർവകലാശാല ഇല്ല എന്നത് അത്ഭുതകരമാണ്. പക്ഷേ 207 സ്വകാര്യ സർവകലാശാലയുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വകാര്യ സർവകലാശാലകളുള്ളത് ഛത്തീസ്ഗഡിലാണെന്ന് തോന്നുന്നു. അത്തരം സ്വകാര്യ സർവകലാശാലകൾ സർട്ടിഫിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന അവസ്ഥയിലെത്തിയപ്പോൾ 100 കണക്കിന് സ്വകാര്യ സർവകലാശാലകളാണ് പൊടുന്നനെ പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്ന ഘട്ടത്തിലല്ല ഇന്ത്യ ഇപ്പോഴുള്ളത്, മറിച്ച് ഉള്ളവ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ പൂട്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സ്വകാര്യ സർവകലാശാല വേണം എന്ന് ഏത് സാഹചര്യത്തിലും കച്ചവട സാധ്യത കാണുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് കൗതുകകരമാണ്. ആ നിലപാട് ഇങ്ങനെയാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് ഈ വിഷയത്തിലെ എല്ലാ ആശങ്കകളും പരിഹരിച്ച ശേഷമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആദ്യം ഘടകകക്ഷികളുമായും തുടർന്ന് UDF-ലും വിഷയം ചർച്ച ചെയ്യും. UDF അംഗീകരിക്കുകയാണെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കും എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമോ യോജിപ്പോ ഇല്ല. ഞാൻ അറിഞ്ഞല്ല ഇതൊന്നും നടക്കുന്നത് എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് എടുത്തിരിക്കുന്നത്. ഒരു നല്ല വിദ്യാഭ്യാസ മന്ത്രിയെ അല്ല അബ്ദുറബ്ബ് എന്ന് എല്ലാ രംഗത്തും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പേരിന് മാത്രമാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത്, പ്രയോഗത്തിൽ അങ്ങനെയല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിനും വിയോജിപ്പാണ് ഇക്കാര്യത്തിൽ. അതേ സംബന്ധിച്ച് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് താല്പര്യം വന്നിരിക്കുന്നു? ഒരുപക്ഷെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം പുറത്തിറക്കുന്ന സുപ്രഭാതം എന്ന പത്രം ഇന്നലെ ഈ പങ്ക്തിയിൽ സൂചിപ്പിച്ചിരുന്നത് മാതിരി തന്നെ പുതിയ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുപ്രഭാതം എന്ന പത്രം ഇന്നലത്തെ വാർത്തയിൽ
പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്ന കാര്യത്തിൽ വലിയ അഴിമതി നടക്കാൻ പോകുന്നു, സർക്കാർ ഭൂമി മറിച്ചു കൊടുക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുന്നത് കൊണ്ടും അതിരൂപതകൾക്ക് ഇത് നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ സമുദായ സ്വഭാവത്തിലുള്ള പരിഗണന വെച്ചാണെങ്കിൽ ഇനിയിപ്പോൾ മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നത് കൊണ്ടും അതിൽ കാമ്പുണ്ട് എന്ന് കാണേണ്ടി വരും. കൗതുകകരമായ വാർത്താവിശേഷങ്ങളാണ് അതുമായി ബന്ധിപ്പിച്ച് പങ്കുവയ്ക്കാനുള്ളത്. സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് സർവകക്ഷി യോഗം വരെ വിളിച്ചുകൂട്ടാൻ ഉമ്മൻചാണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അക്കാര്യത്തിൽ എതിർപ്പുണ്ട്. ആ എതിർപ്പും മാധ്യമപത്രം ഒന്നാം പുറത്തു വരുന്നു. കാണുക, എതിർപ്പ് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിൽ എതിർപ്പ് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിൽ വ്യക്തിപരമായി യോജിപ്പില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് അബ്ദുറബ്ബ് സംസാരിക്കുന്ന അവസ്ഥ വരെ മുന്നണിക്കകത്തുണ്ടായി. സത്യത്തിൽ ഇക്കാര്യത്തിൽ ആകെ സംഭവിച്ചത് എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ കൗതുകകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു അതിരൂപതയുടെ സ്വകാര്യ സ്ഥാപനം സ്വകാര്യ സർവകലാശാല ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കത്ത് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി ഉടനെ തന്നെ സ്വകാര്യ സർവകലാശാല ആവശ്യമാണോ അല്ലയോ എന്നതിന്റെ കാര്യം അത് ഉന്നതാധികാര കൗൺസിലിന്, വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതാധികാര കൗൺസിലിന് അതേ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ അപേക്ഷ നൽകുന്നു. അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി അദ്ദേഹം ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. ഉന്നതാധികാര കൗൺസിൽ അത് നൽകേണ്ടതുണ്ട്, സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാവുന്നതാണ് എന്ന നിലയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടും വളരെയധികം പൂർവാപര വിരുദ്ധതയുള്ള റിപ്പോർട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ നിലനിന്നിട്ട് പോലും വിദ്യാഭ്യാസ രംഗത്ത് ഔന്നത്യം കൈവരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യ സർവകലാശാല വേണം എന്ന നിലയ്ക്കാണ് ഉന്നതാധികാര സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നതും. ഏതായാലും ഈ കാര്യങ്ങളൊന്നും തന്നെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അബ്ദുറബ്ബ് ആയിരിക്കുന്നത് കൊണ്ട് അറിഞ്ഞില്ല എന്ന കാര്യം മുൻനിർത്തി എതിർപ്പ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കച്ചവടത്തിനുള്ള മണിമുഴക്കം എവിടെയോ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി, ആ പദ്ധതി DMRCയെയും ഇ ശ്രീധരനെയും ഏൽപ്പിക്കുമെന്നാണല്ലോ ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി മറ്റൊരു വഴി തേടുന്നുണ്ടോ? മറ്റൊരു ഏജൻസിയെ, ഒരു ഇറ്റാലിയൻ ഏജൻസിയെയോ മറ്റോ ഏൽപ്പിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന സംശയമുണ്ടായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇ ശ്രീധരനും DMRCയും ഇക്കാര്യത്തിൽ ഒരു വഴിക്കും മുഖ്യമന്ത്രി മറ്റൊരു വഴിക്കും സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഭിന്നത തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ അവ്യക്തതയോ ഭിന്നതയോ പരിഹരിക്കാൻ ചർച്ച വേണം ഇ ശ്രീധരനുമായി ഇക്കാര്യത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവ്യക്തത നീക്കാൻ ഇ ശ്രീധരനുമായി ഇന്ന് ചർച്ച നടക്കാനിരിക്കെ സത്യത്തിൽ അതിന്റെ ഉള്ളുകള്ളി എന്ത്? കേരളകൗമുദി ആ വാർത്ത അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളുകള്ളി മാലോകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പാകത്തിൽ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ലൈറ്റ് മെട്രോ തട്ടിക്കൂട്ട് അപേക്ഷ കേന്ദ്രം മടക്കും. അപേക്ഷിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്, അത് മടക്കുമെന്ന് ഭയന്നാണ് ഇ ശ്രീധരനുമായി ഇപ്പോൾ ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി തയ്യാറായിരിക്കുന്നത്. ഗതികേട് കൊണ്ട് പുതുക്കി സമർപ്പിക്കാൻ നിർദ്ദേശിക്കും, ഇടക്കാല കൺസൾട്ടന്റ് വേണം. MH വിഷ്ണു ആ വാർത്ത ഇങ്ങനെ എത്തിക്കുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോകൾക്കായി കേരളം തട്ടിക്കൂട്ടി സമർപ്പിച്ച അപൂർണമായ പദ്ധതി രേഖ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ വിശദീകരണം തേടി കേന്ദ്രം തിരിച്ചയക്കും. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിലെ ഉന്നതൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായും ഇ ശ്രീധരനുമായും ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിച്ചു. പദ്ധതി രേഖ കേന്ദ്രം മടക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇന്ന് ഇ ശ്രീധരനുമായി ചർച്ച നടത്താൻ സർക്കാർ തിടുക്കത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന ഉമ്മൻചാണ്ടിയുടെ കള്ളക്കളി വെളിവാക്കുന്നു കേരളകൗമുദി ഈ വാർത്തയിലൂടെ. ചെറുകിട എണ്ണപ്പാടങ്ങൾ വിദേശ കമ്പനികൾക്ക് കരാറാക്കാൻ പോകുന്നു. ആ വാർത്ത പ്രത്യേക പ്രാധാന്യത്തോടെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. മംഗളം, ചെറുകിട എണ്ണപ്പാടങ്ങൾ വിദേശ കമ്പനികൾക്ക് നൽകാൻ പോകുന്ന കേന്ദ്ര ക്യാബിനറ്റിന്റെ തീരുമാനം വാർത്തയാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എണ്ണപ്പാടങ്ങൾ മുമ്പ് ലേലം ചെയ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുത്തതുവഴി
അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് എത്തുമോ എന്ന സന്ദേഹം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിതാ ചെറുകിട എണ്ണപ്പാടങ്ങൾ വിദേശ കമ്പനികൾക്ക് കൂടുതൽ നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകാൻ പോകുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പേ ഗമിച്ചിരുന്ന ഗോപുവിന്റെ പിൻപേ ഗമിക്കുന്നു, അതോ മുമ്പേ പോകുന്ന സർക്കാരിന്റെ അതേ വഴി പിന്തുടരുകയാണോ നരേന്ദ്രമോദിയും? മൻമോഹൻ സിംഗിന്റെ അതേ പാത നരേന്ദ്രമോദിയും പിന്തുടരുന്നുവോ? ചെറുകിട എണ്ണപ്പാടങ്ങൾ വിദേശ കമ്പനികൾക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന വാർത്താമംഗളം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതിങ്ങനെ: രാജ്യത്തെ 69 ചെറുകിട എണ്ണപ്പാടങ്ങൾ സ്വകാര്യ വിദേശ കമ്പനികൾക്ക് ലേലത്തിന് നൽകാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെയും ഓയിൽ ഇന്ത്യയുടെയും ചെറുകിട എണ്ണപ്പാടങ്ങളാണ് വിദേശ കമ്പനികൾക്ക് കൈമാറുക. ലേലം വിളിയിലൂടെ 70,000 കോടി രൂപ പൊതുഖജനാവിലേക്ക് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് ഈ വാർത്തയിൽ മംഗളം പറയുമ്പോൾ, ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉദാര സ്വഭാവത്തോടു കൂടിയ കണ്ടീഷനുകളിലൂടെയാണ് വിദേശ കമ്പനികൾക്ക് ഈ ചെറുകിട എണ്ണപ്പാടങ്ങൾ കൈമാറുന്നത് എന്ന് ഇന്ന് ദീപിക ഒന്നാം പേജ് വാർത്തയിലൂടെ, ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. RSSന്റെ ആഭിമുഖ്യത്തിൽ BJP സംഘപരിവാർ സംഘടനയുടെ സമന്വയ ബൈഠക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കാണ്. ഇന്നലെയാണ് ദില്ലിയിൽ അത് ആരംഭിച്ചത്. മോദിയുടെ പ്രതിച്ഛായാഭംഗം സംഭവിച്ച സാഹചര്യത്തിൽ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ബൈഠക്കിന്റേത് എന്ന് വ്യക്തം. ബൈഠക്കിനെ പറ്റി ഇന്നും മലയാള മനോരമ അതിന്റെ വർത്തമാനം പുറത്ത് വാർത്ത തന്നിരിക്കുന്നു. ഇന്നലെയും അവർ വാർത്ത തന്നിരുന്നു. ആ വാർത്ത, ഇന്നത്തെ വാർത്ത നോക്കുക. നയങ്ങളിൽ സംഘപരിവാർ പിടിമുറുക്കുന്നു, ജനപ്രിയ സർക്കാർ എന്ന പ്രതിച്ഛായ ആർജിക്കണമെന്ന RSS എന്ന് പറഞ്ഞാൽ അതിപ്പോഴില്ല എന്നാണല്ലോ അർത്ഥം. BV ബിനു ആ വാർത്ത തരുന്നത് ഇങ്ങനെ: നരേന്ദ്രമോദി സർക്കാരിന്റെ നയതീരുമാനങ്ങളിൽ സംഘപരിവാർ പിടിമുറുക്കുന്നുവെന്ന സൂചനകളോടെ BJP RSS ഏകോപന സമിതിയുടെ ത്രിദിന നേതൃയോഗം തുടങ്ങി. മോദി സർക്കാർ ആദ്യ വർഷം സൃഷ്ടിച്ച സമ്പന്ന അനുകൂല പ്രതിച്ഛായ മാറ്റണമെന്ന RSS നിർദ്ദേശമനുസരിച്ച് നടപടികൾ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ വിശദീകരിച്ചു. ആ യോഗത്തിൽ, RSS വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. അതുവഴി RSSന്റെ അതീശാധികാരം, സത്യത്തിൽ ഇന്ത്യൻ സർക്കാരുമായോ ഭരണഘടനയുമായോ യാതൊരു ബന്ധവുമില്ലാത്തൊരു സംഘടനയാണ് RSS. നമുക്കറിയാം, ഒരു ആത്മീയ സംഘടനയാണെന്ന് സ്വയം അവതരിപ്പിക്കുമ്പോഴും സാംസ്കാരിക സംഘടനയാണെന്ന് അവതരിപ്പിക്കുമ്പോഴും ഭരണരംഗത്ത് നേരിട്ട് പിടിമുറുക്കാനുള്ള അവകാശം ആ സംഘടന നിലനിർത്തിയിരിക്കുന്നു. കാണുക. RSS സർസംഘചാലക് മോഹൻ ഭഗവതിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഏകോപന സമിതി യോഗത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷാ, മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, മോഹർ പരീക്കർ, നിതിൻ ഗഡ്കരി, വെങ്കയ്യ നായിഡു, അനന്ത്കുമാർ, JP നഡ്ഡ, BJP ജനറൽ സെക്രട്ടറിമാരായ റാം മാധവ് എന്നിവർ പങ്കെടുത്തു. മുതിർന്ന RSS നേതാക്കളും വിവിധ സംഘപരിവാർ സംഘടനകളും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി നാളെ ഈ മീറ്റിംഗിൽ പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ RSSന്റെ ആ യോഗത്തിൽ എന്തൊക്കെയാണ് പരിഗണനാ വിഷയം? 1 റാങ്ക് 1 പെൻഷൻ എന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഗുജറാത്തിലെ പട്ടേൽമാരുടെ പ്രക്ഷോഭമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ചയ്ക്ക് വിഷയമാകുന്നു. അതേ സംബന്ധിച്ച് RSS പിടിമുറുക്കുന്നു അധികാരത്തിൽ, അഥവാ പ്രതിച്ഛായാഭംഗം വന്ന മോദി കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിലൂടെ വെളിവാക്കപ്പെട്ടത് എങ്കിൽ, ഇന്നലെ മലയാള മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ സംഘപരിവാറും CPM തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ബൈഠക് എന്ന് എഴുതി പിടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എഴുതി പിടിപ്പിച്ച പത്രം ഇന്ന് അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ വരെയാണ് ചർച്ച നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നാണ് അത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമെങ്കിലും പറയാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതിനുള്ള മര്യാദയെങ്കിലും കാണിക്കേണ്ട പത്രമാണ്. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത തന്ന സ്വഭാവമേ ഇന്ന് മനോരമ വായിച്ചാൽ നമുക്കറിയാൻ ഇടയില്ല. ഇതൊക്കെയാണ് മനോരമയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മറവി രോഗം എന്ന് പറയേണ്ടി വരും. ഇന്ന് അതേ പേജിൽ മനോരമ മറ്റൊരു വാർത്ത കൂടി തരുന്നുണ്ട്. BJPയുമായി ബന്ധിപ്പിച്ച ആ വാർത്ത ഇങ്ങനെ: BJPയുമായി തങ്ങൾ ചർച്ചയ്ക്കില്ല, NSSന്റെ നിലപാടാണ്. SNDPയിൽ വ്യത്യസ്തമായി NSS എടുത്തിരിക്കുന്ന നിലപാടിങ്ങനെ: NSSന് രാഷ്ട്രീയമില്ലെന്നും
ഒരു പ്രബല സമുദായ നേതൃത്വവുമായി ചർച്ച നടത്തി സഹകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ BJP തങ്ങളുമായും ചർച്ച നടത്തുന്ന വാർത്തകൾ അസംബന്ധമാണെന്നും NSS അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പശ്ചിമഘട്ടം കേരളം നൽകിയ റിപ്പോർട്ടിൽ കേന്ദ്രത്തിന് എതിർപ്പ്. പശ്ചിമഘട്ടം ഒരിക്കൽ കൂടി ഒരു ചർച്ചാ പ്രശ്നമാകാൻ പോകുന്നു. പരിഹരിച്ചു എന്ന് വിചാരിച്ച വിഷയം അപരിഹാര്യമായി തുടരുന്നുവോ എന്ന സന്ദേഹം. മാതൃഭൂമി അതുകൊണ്ട് അത് ലീഡാക്കിയിരിക്കുന്നു. കാണുക, പശ്ചിമഘട്ടം കേരളത്തിന്റെ റിപ്പോർട്ടിൽ കേന്ദ്രത്തിന് എതിർപ്പ്. മുഖ്യമന്ത്രിയും വനമന്ത്രിയും നാളെ ദില്ലിക്ക് പോകുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോകലെ പ്രദേശത്തിന്റെ വിസ്തൃതി നിർണയിച്ച് സംസ്ഥാനം സമർപ്പിച്ച വില്ലേജ് തല റിപ്പോർട്ടിൽ കേന്ദ്രം വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. വലിയ പ്രതീക്ഷയും ആകാശത്തോളം വളർന്ന പ്രതിച്ഛായി ഇതെല്ലാമായിരുന്നു 1.5 വർഷത്തിന് മുമ്പ് മോദിയുടെ കൈമുതൽ. ഇപ്പോൾ കുത്തഴിഞ്ഞ ഭരണരംഗം ക്രമീകരിക്കാൻ ദില്ലിയിൽ RSS സമന്വയ യോഗം നടത്തുമ്പോൾ, സമന്വയ ബൈഠക് നടത്തുമ്പോൾ ഈ കാർട്ടൂൺ കാണുക. മോദിയുടെ അവസ്ഥ എന്ത്? അധികാര കസേരയിലെ മോദിയെയാണ് നാം കാർട്ടൂണിൽ കാണുന്നത്. നോക്കൂ, മോദി തികച്ചും ഒറ്റപ്പെട്ടവൻ. തൊട്ടു താഴെ കാണുക, അസഹിഷ്ണുതയുടെ ഇൻടോളറൻസിന്റെ അഗ്നിപർവ്വതം പുകയുകയും ചെയ്യുന്നു. മോദിയുടെ പതനത്തിന്റെ ഈ കാർട്ടൂൺ കേശവ് ഹിന്ദുവിലൂടെ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്നലെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്കായിരുന്നു. കേരളത്തിൽ ആ പണിമുടക്ക് ഹർത്താലിന്റെ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. പണിമുടക്ക് സൃഷ്ടിച്ച കേരളത്തിന്റെ ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം MG റോഡാണ്. പാളയം ജംഗ്ഷനിൽ നിന്ന് ഉള്ള വീക്ഷണം കാട്ടുന്ന ചിത്രം പൂർണ്ണമായും വിജനമായ MG റോഡിനെ കാണിക്കുന്നു. മാതൃഭൂമി നഗരം പേജാണ് ഈ വിജന ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.